ഞാനിവിടെ ഈ ബി.ജെ.പിയുടെ സ്നേഹിതൻ ഉല്ലാസ് കുറെ കൂടി മാന്യമായിട്ടാണ് ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇതേപോലെ മറ്റൊരു വക്താവ് വന്നിരുന്ന് പറഞ്ഞ് ചെറുതായിട്ടൊരു 3 വെടിയങ്ങ് വെച്ചു ഗാന്ധിജിയെ കൊന്നു എന്ന് പറഞ്ഞ ആ വക്താക്കളൊക്കെ ഒരു പാർട്ടിയാണ്. അദ്ദേഹം താരതമ്യേന മാന്യമായിട്ടാണ് പറയുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ മഹാത്മാഗാന്ധിയോട് ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് വേണമെങ്കിൽ അവർക്ക് അവകാശപ്പെടാൻ ഉള്ള ഒന്ന്, അവർ മഹാത്മാഗാന്ധി വധക്കേസിൽ പ്രതിയാവുകയും പിന്നീട് സംശയത്തിൻ്റെ ആനുകൂല്യം മാത്രം ലഭിച്ച് വിട്ടയക്കപ്പെടുകയും ചെയ്ത സവർക്കറുടെ ചിത്രം പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു. മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിന് അഭിമുഖമായിട്ട് സവർക്കറിൻ്റെ ചിത്രം പ്രതിഷ്ഠിക്കുകയും ആ സവർക്കർ ഗീതികൾ ഈ 10 വർഷവും മുഴക്കി നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചിലപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം. അത് നേട്ടമാണോ കോട്ടമാണോ എന്നൊക്കെ ലോകം വിലയിരുത്തട്ടെ. ഏതായാലും ഗാന്ധിയും ഇവരും, സുഭാഷ് ചന്ദ്രബോസും ഇവരും, സർദാർ വല്ലഭായ് പട്ടേലും ഇവരും, നെഹ്റുവും ഇവരും ഒക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇവിടെ നരേന്ദ്രമോദി പറഞ്ഞിട്ട് അറിയേണ്ട ഒരു കാര്യമില്ല, ബി.ജെ.പിക്കാർ ഇപ്പോൾ പറഞ്ഞിട്ട് അറിയേണ്ട ഒരു കാര്യമില്ല. കാരണം ആ കാലത്തെ സംഘപരിവാറുകാർ, അത് ഗോൾവൾക്കർ ആയാലും ഹെഗ്ഡെവാർ ആയാലും സവർക്കർ ആയാലും ശ്യാം പ്രസാദ് മുഖർജി ആയാലും ബൽറാം മധേക്ക ആയാലും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ എത്തരത്തിലാണ് ഇവരെയൊക്കെ സമീപിച്ചത് എന്നതൊക്കെ ഇവിടെ ചരിത്രമാണ്. അവരെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായപ്പെട്ടതും എഴുതിയതൊക്കെ ഇവിടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ കാലം മാറി കുറേ മുന്നോട്ട് വരുമ്പോൾ ചില ആളുകളെയൊക്കെ സെലക്റ്റീവായിട്ട് എടുത്ത് ഉയർത്തിക്കാട്ടി മുന്നോട്ട് പോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അവർ ശ്രമിക്കുന്നതിന് അല്ലെങ്കിൽ അവരത് ചെയ്യുന്നതിനൊക്കെ നമുക്കും സന്തോഷമേ ഉള്ളൂ. കാരണം അവർ തെറ്റുതിരുത്തി അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കത് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവർ ഇതിനെയൊക്കെ വീണ്ടും ഇതിനിടയിലൊരു വിഘടനമുണ്ടാക്കി ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്യുമ്പോൾ ചരിത്രം അവരെ നോക്കി പല്ലിളിച്ച് കൊഞ്ഞനം കുത്തും. ചരിത്രബോധമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ പണികളൊക്കെ വലിയ ചിരികൾ മാത്രമാണ് ഉയർത്തുക. ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ എവിടെയും ഒരു സ്ഥാനവും ഇടവുമില്ലാത്ത ആളുകൾ ചരിത്രത്തിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നതിൻ്റെ അപ്പുറത്തൊന്നും അതിനകത്ത് യാതൊരുവിധ പ്രത്യേകതകളില്ല. അല്ലെങ്കിൽ അവരിപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം 2020 അവരിപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ് എന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് പ്രഖ്യാപിച്ചത്. അതിനകത്ത് സ്വാതന്ത്ര്യ സമരവും ഇല്ല, കോളനിവൽക്കരണവും ഇല്ല, മുഗൾ ഭരണവും ഇല്ല, അതിനു മുമ്പത്തെ ഡൽഹി സുൽത്താനേറ്റ് ഇല്ല, അതിനു മുമ്പ് ഇവിടെ കനിഷ്കനും ഹർഷവർദ്ധനും യശോവർമ്മൻ തൊട്ട് അശോകം വരെ ഉണ്ടാക്കിയ ബൗദ്ധ സാമ്രാജ്യത്തെക്കുറിച്ച് വിവരമില്ല, അതിനു മുമ്പുള്ള ഗുപ്ത മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും തുച്ഛമായ വിവരങ്ങളേ ഉള്ളൂ. ഏതോ പുരാതന കാലത്തെ കഥകളും ഇതിഹാസങ്ങളും ഒക്കെയാണ് അവർ ചരിത്രമായിട്ട് ഇവിടെ കെട്ടിയെഴുന്നള്ളിക്കുന്നത്. അപ്പോൾ അത്തരം മാനസികാവസ്ഥയുള്ള പാർട്ടിക്കാരും ആളുകളും ഒക്കെ ഗാന്ധിയൊക്കെ ഇങ്ങനെയൊക്കെ പറയുക ചെയ്യുക എന്നുള്ളതിലൊന്നും ഒരു അത്ഭുതമില്ല. ഇതിങ്ങനെ ഒരു നിന്നാസ്തുതിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഗാന്ധിയെ അവർക്കുള്ളിൽ എത്രമാത്രം വൈരമാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഇത്തരത്തിലുള്ള നിന്നാസ്തുതികളിലൂടെ ഗാന്ധിയെ വീണ്ടും താഴ്ത്തിക്കെട്ടാനുള്ള ശ്രമമാണ്. ഏതായാലും ഒരു കാര്യം ഞാൻ കൂട്ടിച്ചേർത്തുകൊണ്ട് അവസാനിപ്പിക്കാൻ നിഷാദ്, ഇവിടെ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ കാര്യത്തിലൊക്കെയുള്ള ഗ്രാഹ്യമാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ നാണം കെടുത്തുന്നത്. കാരണം മുമ്പ് ഞാൻ സത്യപാൽ മല്ലിക് പറഞ്ഞത് ഓർക്കുകയാണ്. ഒരു ടിഷ്യൂ പേപ്പർ കൊടുത്താൽ പോലും ഒപ്പിടുന്ന ആളാണ് നരേന്ദ്രമോദി എന്ന് സത്യപാൽ മല്ലിക് നമ്മോട് വിളിച്ചു പറഞ്ഞിരുന്നു. മാത്രമല്ല ഒരു പത്രസമ്മേളനം പോലും നടത്താത്ത, ഒരു അഭിമുഖം പോലും മുൻകൂർ തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഒഴിവാക്കി നടത്താത്ത, ടെലിപ്രോംപ്റ്ററിൻ്റെ സഹായമില്ലാതെ പ്രസംഗിക്കാത്ത നരേന്ദ്രമോദിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഭോഷ്കുകൾ മാത്രം പ്രതീക്ഷിച്ചാൽ മതി. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള ചിന്തോദ്ദീപകമായ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് തെറ്റുകാർ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എണ്ണിപ്പറയും ഓരോ വോട്ടും ജൂൺ 4 മീഡിയ 1-നൊപ്പം.